ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് സൈലൻറ്റ് വാലിയുടെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ അത് കണ്ടിട്ട് ഇത് ഇവിടേക്ക് വരിക കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ നേരെ ലൈറ്റ് ഹൗസിൻ്റെ ഇത് മറ്റേ ഈ വാച്ച് ടവറിൻ്റെ മേലെ കയറാൻ പോവാണ് ഗൈസ്. കയറി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അടിപൊളി, വാ അടിപൊളി വ്യൂ. ഫസ്റ്റ് ഫ്ലോറാണ്. ഇനി കുറച്ചും കൂടെ കയറാൻ. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറാണ് തോന്നുന്നത്. സെക്കൻഡ് ഫ്ലോറായി. അടിപൊളി വ്യൂ. നമ്മൾ ടോപ്പിലെത്തി. എന്താ വ്യൂ നോക്കി. എങ്ങനെയുണ്ട് പച്ച? അടിപൊളി അടിപൊളിയല്ലേ? എന്നാ വ്യൂ ഗൈസ്. അടിപൊളി. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. അടിപൊളി വ്യൂ. എങ്ങനെയുണ്ട് ഗൈസ് വ്യൂ? അടിപൊളി. അവിടെ ദൂരെ കോട കാണുന്നുണ്ടല്ലേ ഗൈസ്, മലൻ്റെ മുകളിൽ. അടിപൊളി. അവിടെ മാത്രമല്ല, അതാ ഇവിടുത്തെ മലകളിലൊക്കെ കോട കിട്ടുന്നുണ്ട്. ഇതാ ഈ കാണുന്ന മലയിലൊക്കെ കോട കിട്ടുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഗൈസ്, ഈ കാണുന്നതാണ് കുന്തിപ്പുഴ. കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളുടെ സൈലൻറ്റ് വാലിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ തെളിഞ്ഞ ജലമുള്ള സെക്കൻഡ് റിവർ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു സയൻറ്റിഫിക് സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കോടയിൽ ആ സംഭവം നാച്ചുറൽ ഫിനോമിനയാണ്. അത് തനിയെ തന്നെ വെള്ളം ഭൂമിക്ക് എത്തിച്ചിട്ട് അങ്ങനെയാണ് ഈ റിവർ ഒഴുകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ മേലെ സക്സസ്ഫുള്ളി കയറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ ഇറങ്ങും എന്നതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ഹൈറ്റ് ഉണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും. ടവറിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ശ്രീ രാജീവ് ഗാന്ധിയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പറയുന്നത് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഇനോഗ്രേറ്റഡ് ബൈ ശ്രീ രാജീവ് ഗാന്ധി, ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, 7 സെപ്റ്റംബർ 1985. സെപ്റ്റംബർ 7 1985 ഈ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ രാജീവ് ഗാന്ധി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. അടിപൊളി. അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ചെടികളിനൊക്കെ ചെയ്തിരിക്കുന്ന ഡിസൈൻ, അതും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി. അടിപൊളി കേട്ടോ. ഈ വാക്ക് അടിപൊളി ഗാർഡൻ. പിന്നെ വാക്ക് അടിപൊളി ഡിസൈൻ ഇട്ടുണ്ട് രണ്ട് സൈഡും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈസ്. നല്ല അടിപൊളി മ്യൂസിയൊക്കെ കണ്ടു തോന്നുന്നത്. പലതരത്തിലുള്ള ചെടികൾ, ആയുർവേദ മ്യൂസിയം പോലെ കണ്ടു. കാരണം പലതരത്തിലുള്ള ചെടികളുടെയൊക്കെ ഫോട്ടോസ് ഉണ്ട് ഇവിടെ. പക്ഷേ വീഡിയോ ഒക്കെ അലോടാണോ അറിയില്ല, എന്നാലും നോക്കാം. ഉള്ളിക്കായിട്ട് പറ്റാൻ ഇത് എടുക്കാൻ നോക്കാം. അല്ല, ഇത് ഒരു മരത്തിൻ്റെ മേലെ ജീവിക്കുന്ന സാധനമാണ്. സിനമോമം മലബാട്രം. ഇത് വെറ്റേറിയൻ. ഇതും അതേപോലെ തന്നെയുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഇതും അതേപോലെ തന്നെ വെള്ളക്കുന്തിരിക്കം. കാക്കപ്പൂവുകൾ
കാക്കക്കൊടി കാക്കക്കൊടിന്നാണ് ഇട്ടിക്കണത്. സംഭവം എന്താ അറിയില്ല. എന്തോ പേര് കോണിയമോർഫ ഫ്രാഗ്രൻസ്. മേലത്തെ സീറ്റിൻ്റെ പാന്തറിൻ്റെ വ്യത്യാസമൊക്കെ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഡിയറിൻ്റെ ഒക്കെ ഉണ്ട്. ഇത് ക്വിസിന് വേണ്ടി എന്തോ ഉണ്ടാക്കിയ സംഭവമാണ്. ഇത് സോമാലിയയിലെ ഒരു ഫോട്ടോ ആണ്. ഇത് എന്താ പറയുക, ഇത് എടുത്ത ഫോട്ടോഗ്രാഫർ സൂസൈഡ് ചെയ്തു. കാരണം കുറേ സൈബർ ബുള്ളിങ് കാരണം എന്താ രക്ഷിക്കാതെ ഫോട്ടോ എടുത്തു എന്നുള്ളൊരു കാര്യത്തിൽ സൈബർ ബുള്ളിങ് കുറേ വന്നിട്ട് ഇത് എടുത്ത ഫോട്ടോഗ്രാഫർ സൂസൈഡ് ചെയ്തു. അടിപൊളി. നമ്മളിനി ചായ കുടിക്കാൻ പോകും. പുറത്തിറങ്ങി വന്ന ഇതാണ് കേട്ടോ ഈ ഗാർഡൻ. അടിപൊളി. ഈ പാലം കണ്ടില്ലേ? എന്താ ലുക്ക്, എന്തൊരു ഡിസൈൻ കണ്ടില്ലേ? കടിച്ചു. ഓ ഇതാണ് ഇവിടെ അട്ടകളുണ്ട് കേട്ടോ, വിചാരിക്കാൻ മാതിരിയല്ല. പിന്നെ ഇവിടെ പാമ്പങ്ങൾ ഒളിഞ്ഞിരുന്നാലും അറിയില്ല, അമ്മാതിരിയുള്ള സ്ഥലമാണിത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയാം, അട്ട കടിക്കാണ്ടിരിക്കുന്ന മൂക്കുപൊടിയില്ലേ, അത് കയ്യിൽ കരുതണം. വരുമ്പോൾ മേലെ കയറി കഴിഞ്ഞാൽ അത് അട്ട അടിച്ച സ്ഥലത്ത് ഇട്ടാൽ മതി, അപ്പോൾ തന്നെ വിട്ടോളും. എത്തിയിട്ട് കാണിച്ചാൽ പോകുന്ന വഴി ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. പിന്നെ ആനനെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ അത്യാവശ്യം പാമ്പുള്ള സ്ഥലമാണ്, അപ്പോൾ നടക്കുമ്പോൾ നോക്കി നടക്കണം. പിന്നെ അട്ട ഉണ്ട്. സമ്മർ ആയതുകൊണ്ട് കുറവാണെന്നാണ് അവർ പറഞ്ഞത്. റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ കുറേ അട്ട ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഇതൊക്കെ കരുതിയിട്ട് പോവുക. ഇതിപ്പോൾ ഇപ്പം വിചാരിക്കാൻ അത്ര വെള്ളമില്ല ഗൈസ്, അതുകൊണ്ട് ഫോറസ്റ്റൊക്കെ നല്ലവണ്ണം കണ്ടോ ഗൈസ്. എന്താ ഇതൊക്കെയാണ് അടുത്തുള്ള ഫോറസ്റ്റ്. വെള്ളം പ്രതീക്ഷിച്ച പോലെ ഇല്ല ഗൈസ്, വേനൽക്കാലം ആയതുകൊണ്ട് തോന്നുന്നു. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുക ഗൈസ്. ഈ കാണുന്നത് CCTV ക്യാമറയാണ് കേട്ടോ. ഇത് വൈഫൈ കണക്റ്റഡ് അല്ല, SD കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെമ്മറി കാർഡില്ലേ അത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്ത് മൂവ്മെൻ്റ് ആയാലും അതതിന് ഫോട്ടോ എടുക്കുന്നതാണ് പറയുന്നത് കേട്ടോ. സൈലൻ്റ് വാലി വന്നിട്ട് സിംഹവാലം അങ്ങനെ കാണുന്നത് ലക്കാണെന്നൊക്കെയാണ് മ്യൂസിയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുമ്പോൾ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം എടുത്തത് ക്ലിയർ ആയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന മാതിരി എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് കാണാൻ കിട്ടണമെങ്കിൽ ഇത് ഗ്രൂപ്പായി തന്നെ വരണം. ഞങ്ങൾ പോകുമ്പോൾ അത് ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ കണ്ടതിൽ നിന്ന് അത് ഓടിപ്പോയി. പിന്നെ ആനിമൽസിനെ കാണുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ കാണുന്ന വൈറ്റ് ഫ്ലവർ അരി തന്നെ പോവാണ്. അപ്പോൾ ഒരു കൗതുകത്തിനടുത്തതാണ്. കാണുമ്പോൾ അരിയണത്തിനെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് പേര് വന്നത് കേട്ടോ. ഈ ട്രിപ്പ് കഴിഞ്ഞ സ്ഥലത്ത് തന്നെ വന്നാൽ അവിടെ ഒരു സ്റ്റോർ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് വേണേലും ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാം കേട്ടോ. ഇതൊക്കെ ഇൻഡസ്ട്രി എക്കോ ടൂറിസം. വെൽക്കം ടു കിലിപ്പാറ ക്യാമ്പിംഗ്, സരന്തറി ഡേ സഫാരി, റിവർ അട്ട. അത് കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ തുടങ്ങി ഈ സ്ഥലത്ത് വെച്ച് തന്നെ.
ഗായ്സ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ കഴിക്കാനായിട്ടുള്ള ഹോട്ടൽസൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വരിക. ഇപ്പോൾ സൈലൻറ്റ് വാലിയുടെ പാർട്ട് 2 വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 1 എല്ലാവരും കണ്ടു വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.